വിനീതേട്ടാ, വിനീതേന്റെ സിനിമകളെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പൊ മലർവാടി മുതൽ കരം വരെ എത്തി നിൽക്കുകയാണെങ്കിൽ സൗഹൃദങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാ സിനിമകളിലും കാണാൻ പറ്റും വിനീതേന്റെ. ഇപ്പൊ കരം ആയിരുന്നു നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായ സിനിമ. എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ? ഞങ്ങൾ ശരിക്കും യൂറോപ്പിൽ പോയി ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് അവിടുത്തെ ഒരു ക്രൂവിൻ്റെ കൂടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്കൊരു വർക്ക് സ്കെഡ്യൂൾ ഉണ്ട്. ആ വർക്ക് സ്കെഡ്യൂൾ അനുസരിച്ചേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഡ്രാസ്റ്റിക് ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ടാവും. രാവിലെ മഴ പെയ്ത് ഉച്ചയ്ക്ക് ഭയങ്കര ക്ലിയർ സ്കൈ ആയിരിക്കും. അങ്ങനെ ഒരുപാട് വേരിയേഷൻസ് ഒരു ദിവസം തന്നെ പടപടപടേന്ന് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഷൂട്ട് പ്ലാൻ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്തെടുത്തു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു. എത്ര ഡേയ്സ് ഉണ്ടായിരുന്നു ഷൂട്ടൊക്കെ? ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 40 days അവിടെ. വിനീതേട്ടാ, ഒരു റിക്വസ്റ്റ്, ഒന്ന് സ്റ്റേജിലേക്ക് വരുമോ? പേടിയാവുന്നുണ്ട്. വരാം. ഓക്കെ വിനീതേട്ടാ, ഇനി ഒരു സർപ്രൈസ് ആണ്. വിനീതേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെന്നെ വരാൻ പോകുന്നത്. വിനീതേട്ടനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന, ചിലപ്പോൾ മേ ബി ഇനി ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നമുക്കറിയാം, നിങ്ങളുടെ രണ്ടുപേരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം വിശാഖ് സുബ്രഹ്മണ്യം. വിശാഖേട്ടാ, ഹലോ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. അതെ, കുറെ ദിവസമായില്ലേ? അതെ, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഇപ്പൊ കരം മൂവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കായിരുന്നു. അപ്പോഴും നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ആ ഒരു ജേർണി എങ്ങനെയുണ്ടായി? നമ്മൾ ഒരുമിച്ചത് 3ാമത്തെ സിനിമയാണ്. ആക്ച്വലി വിനീതര ഹൃദയം വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ് കരമായിരുന്നു. അപ്പം കരം ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഹൃദയം വർഷങ്ങൾക്ക് ശേഷം അറിയില്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ കമ്മിങ് ഓഫ് ഏജ്. അവിടുത്തെ സെറ്റ് എന്ന് വെച്ചാൽ ഡെയിലി നമ്മള് ഒരു സോങ്ങിലായിരിക്കും തുടങ്ങണത്. പിന്നെ ഒരു ഫൺ സെറ്റ് ആയിരുന്നു. അപ്പം കരം വന്നപ്പോ ഒരു ത്രില്ലറാണ്. അപ്പൊ ഇവിടെ എല്ലാം വെടിയുണ്ട്, ഫുൾ ബഹളമായിരുന്നു. പിന്നെ ജോർജിയ പോലത്തെ ഒരു സ്ഥലത്ത് നമുക്ക് ഫസ്റ്റ് ടൈം ആണ് ഇന്ത്യയുടെ വെളിയിൽ പോയി ഷൂട്ടും കാര്യങ്ങളും. അപ്പൊ അതിന്റെ ഒരു പ്രോസസ് ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മളൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ 3 സിനിമകളിലും എല്ലാം നമ്മൾ എൻജോയ് ചെയ്തായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഭയങ്കര കുറച്ചുകൂടെ റിലാക്സ് ചെയ്ത് കുറച്ചുകൂടെ എന്റർടൈൻമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ സിനിമ ഏതായിരുന്നു? ഡെഫിനറ്റ്ലി ഹൃദയം. പിന്നെ വർഷങ്ങൾക്ക് ശേഷത്തിന്റെ മൂന്നാർ സ്കെഡ്യൂൾ, അത് ലൈഫിൽ മറക്കാൻ പറ്റാത്ത സ്കെഡ്യൂളാണ്. സെക്കൻഡ് സ്കെഡ്യൂൾ മൂന്നാറില് ഞങ്ങൾ ഷൂട്ട് ചെയ്ത. അവിടെ ധ്യാന്, അപ്പു, പിന്നെ ബേസി, നിവിൻ, അജു, ഇവരെല്ലാവരും ഞങ്ങൾ കോട്ടേജിനകത്ത് എല്ലാരും അടുത്തടുത്ത മുറികളില്. അപ്പോ അത് ഇനി അങ്ങനെ ഒരു സിനിമ നടക്കുമെന്ന് പോലും അറിയില്ല. അതൊരു ഭയങ്കര ഞങ്ങള് ശരിക്കും പറഞ്ഞ ഇപ്പൊ ശ്രീകുമാർ അങ്കിളിനൊക്കെ അറിയാം. ഇപ്പൊ പ്രിയനങ്കിളൊക്കെ താളവട്ടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ താമസിച്ച് അല്ലേ. ഒരുപാട് കോമഡി ഉണ്ട് കേട്ടോ, പറയാൻ പോയി കഴിഞ്ഞാൽ 1 ലക്ഷമുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾക്കൊരു ഒരു കൂട്ടായ്മ കാണും. അതുപോലെ തന്നെ ഇവർക്കൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ കൂടെ ഉണ്ടാകുന്ന ചിത്രങ്ങൾക്ക് ഒരു മേന്മ കൂടുതലാണ്. ഓക്കെ വിനീതേട്ടാ, ഇനി അടുത്തൊരു സർപ്രൈസ്. ഇനിയുണ്ടോ? ഇനിയുണ്ട്. ഇനി ഇഷ്ടം പോലെ സർപ്രൈസ് ഉണ്ട്. ഇതിനേക്കാൾ കൂടിയതാണോ? അതെ. അപ്പൊ വിനീതേട്ടാ, ആ സർപ്രൈസ് എന്താന്ന് കാണാം. ഓക്കെ, ഒന്ന് തിരിഞ്ഞു നോക്കിക്കോ. ഹായ് നോബിൾ ആൻഡ് ഹായ് മിറിയം. ഹായ്. ആ പേരൊന്ന് കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യോ? ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പേരാണ് ആളുടെ. നമുക്ക് ആളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ശ്രദ്ധിച്ച് കേട്ടോളണം. ഓഡ്രി മിറിയം. ഓഡ്രി മിറിയം. വേണ്ട. ഞങ്ങളിങ്ങനെ കരം മൂവിയെ പറ്റി സംസാരിക്കുകയായിരുന്നു. എല്ലാവരോടും എക്സ്പീരിയൻസ് ചോദിച്ചപ്പോൾ പുറത്തൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. വിനീതേന്റെ കൂടെ വർക്ക് ചെയ്യാൻ, അതുപോലെ വിശാഖേന്റെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യാൻ, ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യോ? ഇവൻ ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ളത് എന്നെ വെച്ചൊരു സിനിമ അവൻ ഒരിക്കലും എടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞോ? അല്ലല്ല, അങ്ങനെയല്ല. അങ്ങനെ അവൻ അറിയാൻ പറ്റും. കാരണം ഞാൻ അവനോട് ഏറ്റവും കൂടുതൽ ആഗ്രഹം പറഞ്ഞിട്ടുള്ള അവനോട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടം പോലെ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇവനെ വെച്ചെടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ നിന്നെയും എന്നെയും വെച്ചിട്ടാണ് എടുക്കാത്തതൊന്നുമല്ലോ. ഒരു ഉറപ്പില്ലല്ലോ.
അല്ല, ഇവനെ വെച്ചെടുക്കത്തില്ലെന്ന് അല്ല പറഞ്ഞു. സത്യമാണോ അത്? എന്നെ വെച്ചിട്ട് എടുക്കില്ല അല്ലെങ്കിൽ we are happy. എന്നെ വെച്ചിട്ട് എടുക്കില്ല എന്ന് നീ എന്നോട് പറയില്ലല്ലോ, അവനോടല്ലേ പറയാ, അതല്ല അവൻ പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, എന്റെ തീരുമാനത്തിലൊന്നും ഒരു ഉറപ്പില്ല. ഷാൻ ഇതിൽ അഭിനയിച്ചു, വർഷങ്ങൾക്ക് ശേഷത്തിൽ അഭിനയിച്ചു. ഓ അതെ അതെ, നല്ലൊരു റോൾ അവൻ എനിക്ക് തന്നു. അത് ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അല്ല അത് ഷാൻ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ. അതെ, എന്നോട് ചോദിച്ചിരുന്നു, അതായത് നീ എന്താ ഈ റോളിന് എന്നെ കാസ്റ്റ് ചെയ്തതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ റോള് ചെയ്യാൻ നിന്നെ പോലെ ഇന്ത്യയിൽ വേറെ ആരുമില്ല. ആരായിരുന്നു ഷാനിക്ക അതില്? നീത്ത പിള്ളേ. ആര്? ഞാൻ ആരായിരുന്നു? എടാ എടാ എടാ, നിന്റെ കാര്യം ചോദിക്കുമ്പോ നീ എന്തിനാണ് നീന്താണ് കാര്യം പറയുന്നത്? മനസ്സെന്നറിയാ വേറെ ആരോ ആണ്. ആരായിരുന്നു അതിലെന്ന് ചോദിച്ചപ്പോ ഞാൻ ആരെയായിരുന്നു എന്തോ ചെയ്തതെന്നുള്ളത്. അല്ലല്ല, അതിലാരായിരുന്നു? അതിലാരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് അതില് എന്റെ പേര് കാമറാജ്. ബെസ്റ്റ് പേര് കേട്ടോ. വിനീതേട്ടാ, എന്താണ് അങ്ങനെ ഒരു പേരിട്ടത് ആ ഒരു ക്യാരക്ടറിന്? പറഞ്ഞു കൊടുക്കടാ. അവൻ വെറുതെ പറയും. വേണ്ട വേണ്ട അല്ലേ? വേണ്ട, വിട്ടേക്ക്. ഓക്കെ, യു കണ്ടിന്യൂ. ഇല്ല അതർവൈസ് ഇപ്പം അങ്ങനെ എല്ലാം പറഞ്ഞ അവസാനം ഞങ്ങൾ ഒരുമിച്ചോടെ ജോർജിയ പോയി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇനി ഇതുവരെ ചെയ്യാത്തൊരു ജോണറും കൂടി ആയിരുന്നുണ്ട്. വാസ് ലൈക്ക് മൊത്തത്തോടെ എന്താ പറയുക, ഒരു ഭയങ്കര അവനും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വേൾഡ് ആയിരുന്നല്ലോ. സോ ഇറ്റ്സ് റിയലി നൈസ്. ആൻഡ് യു? സത്യം പറഞ്ഞാൽ എനിക്കൊരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആയിരുന്നു. ഞാൻ ലിറ്ററലി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് വിനീതേട്ടൻ്റെ ഒരു പടത്തിൽ അഭിനയിക്കണം എന്ന്. ഐ ഡോണ്ട് നോ ഇഫ് ഐ ടോൾഡ് യു ദിസ്. ഓഡ്രി പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത ഒരു സാധനമാണ്. സോ ലൈക്ക് ഞാൻ ലൈക്ക് വെൻ ഐ ഹേർഡ് ദ ക്യാരക്ടർ ഓൾസോ എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ എം വെരി ഫുൾഫിൽഡ്. ഓക്കെ, അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് കിട്ടിയ ഒരു ക്യാരക്ടർ. Yes. വിനീതന്റെ ഡയറക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അടിപൊളി. ടു ഗുഡ്. ലൈക്ക് ഭയങ്കര ഈസി ആക്കി തരുമായിരുന്നു. സോ Okay. അപ്പൊ എന്തായാലും ഇനി നമ്മൾ പറയാൻ വന്ന കരം മൂവി നമ്മൾ അമൃത TV അങ്ങ് എടുത്തു. അറിഞ്ഞിരുന്നോ നിങ്ങള്? അറിഞ്ഞിരുന്നു. അതെ. അപ്പൊ ഏപ്രിൽ 18 കരം മൂവി അമൃത TVയിൽ വരാൻ പോകുന്നത്. വീക്കെൻഡ് പ്രൈം ടൈമിലാണ്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും കാണും. കാരണം തിയേറ്ററിൽ മിസ് ചെയ്ത കുറച്ച് പേരുണ്ടാവും. അപ്പൊ അവർക്ക് എന്തായാലും അമൃത TV വെച്ചാൽ കരം മൂവി കാണാം. വിനീതേട്ടാ, ഈ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഒരു 2 വരി ഏതെങ്കിലും ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാമോ? ഏതെങ്കിലും ഒരു. പണ്ട് പിന്നെ നമ്മൾ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുമ്പം തിരിച്ച് എൻ്റെ കൂടെ വന്നുകൊണ്ടിരുന്നത് ബൈക്കിൽ. അപ്പോൾ ഈ ബാക്കിലിരുന്ന് ഈ പാട്ട് പാടും. ഞാൻ നേരെ സ്പീഡ് കൂട്ടുമ്പോൾ അവൻ പാട്ട് നിർത്തും. ഈ പറഞ്ഞിട്ട് ഇവൻ ഫ്രണ്ട്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പാടാൻ പോവാണ്. ഇവന്റെ ഒരു കഥയുണ്ട്. കഥകൾ തുടങ്ങിക്കഴിഞ്ഞാല് നോവലിന്റെ കഥകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കൊള്ളാവുന്ന കഥ ഞാൻ പറയാം. കൊള്ളാവുന്ന കഥ നീ പറ. അത് ഞങ്ങൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ആ സമയത്താണ് നരൻ റിലീസാവുന്നത്. അപ്പൊ നരൻ റിലീസായിട്ട് അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഇവർക്കൊക്കെ ഈ പാട്ട് ഇഷ്ടമാണ്, പക്ഷെ സമ്മതിക്കൂല. അപ്പൊ ഇവന്റെ വീട്ടിൽ ഞാൻ കിടന്നുറങ്ങാം. അപ്പൊ ഇവൻ രാവിലെ എഴുന്നേറ്റ് കമ്പ്യൂട്ടറിൽ എന്തോ തട്ടിക്കൊണ്ടിരിക്കുക. അപ്പോ ഇങ്ങനെ ഇവൻ പാടിക്കൊണ്ടിരിക്കുക, ഓഹോ നരൻ, ഓഹോ ഞാനൊരു നരൻ. അപ്പോ ഇത് കേട്ടോണ്ടാണ് ഞാൻ എഴുന്നേക്കുന്ന സമയത്ത് ഇവൻ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക, ഓഹോ. അപ്പൊ ഇവന് കമ്പ്യൂട്ടറിലെ റിഫ്ലക്ഷനിൽ ഞാൻ എഴുന്നേറ്റത് കണ്ടു. ഓ മിന്നാരപ്പൊന്നല്ലേ പാട്ട് മാറ്റി കളഞ്ഞു. അതെന്തായിരുന്നു? പ്രോത്സാഹിപ്പിക്കണ്ടല്ലോ വെച്ചിട്ടല്ല, അംഗീകരിക്കാനുള്ള മടി അവനുണ്ട്. അവനുണ്ട്. എന്നിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷം പറഞ്ഞത് ഈ കരുത്തിന് മുന്നേ ഇപ്പൊ ഹെലന്റെ ആണേലും അതിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഗതികേടല്ല, അല്ല അവൻ പറഞ്ഞത് വെച്ചിട്ട് ഗതികേടാണ് ഞാൻ ഉദ്ദേശം. എന്നെ വെച്ചൊരു സിനിമ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ആ സിനിമയിൽ അവൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും സിനിമ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇതില് നായകനായിട്ട് വിളിച്ചപ്പോ എന്തായിരുന്നു? തിരിച്ച് മാസ് ഡയലോഗ് ഇറക്കിയോ എന്തെങ്കിലും? ഒന്നുമില്ല, നന്ദി മാത്രമേ ഉണ്ടായിരുന്നു. ഓക്കെ, വിനീതേട്ടാ സോങ് മലർവാടിയിൽ ഏതെങ്കിലും ഒരു 2. മംഗലം കൂടാ ഞമ്മളുണ്ട് ചങ്ങായി, ഇന്റെ മംഗലം കൂടാ ഞമ്മളുണ്ട് ചങ്ങായി, മംഗലം കൂടാ ഞമ്മളുണ്ട് ചങ്ങായി, ഇന്റെ മംഗലം കൂടാ ഞമ്മളുണ്ട് ചങ്ങായി. പടച്ചോ നിരീച്ചത് നടക്കട്ടടാ ചങ്ങായി, പടച്ചോ നിരീച്ചത് നടക്കട്ടടാ ചങ്ങായി, 100 കൊല്ലം ഒരുമിച്ചിങ്ങള് സന്തോഷായിട്ട് ജീവിക്കണടാ ചങ്ങായി, ചങ്ങായി ചങ്ങായി ചങ്ങായി. മംഗലം കൂടാ ഞമ്മളുണ്ട് ചങ്ങായി, ഇന്റെ മംഗലം കൂടാ ഞമ്മളുണ്ട് ചങ്ങായി,
മംഗലം കൂടാൻ നമ്മളുണ്ട് ചങ്ങായി, നിന്റെ മംഗലം കൂടാൻ നമ്മളുണ്ട് ചങ്ങായി. അപ്പൊ പ്രേക്ഷകരെ മറക്കണ്ട, ഏപ്രിൽ 18 കരം അമൃത TV-ല്.